അറിയിച്ചു. ഇടുക്കി മൂന്നാർ പോതമേട് സ്വദേശികളുടെ പാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് മുതിരപ്പുഴയാറിന് കുറുകെയുള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. മൂന്നാർ ഹെഡ്വർക്സ് ഡാമിന് തൊട്ട് താഴെ നിന്നും മുതിരപ്പുഴയ്ക്ക് കുറുകെ പോതമേട് റോഡിനെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണമാണ് നടക്കുന്നത്. 6.80 കോടി രൂപ ചെലവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. മൂന്നാർ പോതമേട്ടിലേക്ക് യാത്ര ചെയ്യാൻ ഹെഡ്വർക്സ് അണക്കെട്ടിന് സമീപത്ത് നിന്നും പുതിയൊരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഏറെ നാളുകളായി നിലനിൽക്കുന്നതാണ്. പോതമേട് സ്വദേശികളുടെ പാലത്തിന് വേണ്ടിയുള്ള പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പാണിപ്പോൾ സഫലമായിട്ടുള്ളത്. പഴയ മൂന്നാർ ഹെഡ്വർക്സ് ഡാമിന് തൊട്ടു താഴെ നിന്നും മുതിരപ്പുഴയ്ക്ക് കുറുകെ പോതമേട് റോഡിനെ ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ മൂന്നാറിൽ അടിക്കടി ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിനും ശാശ്വത പരിഹാരം കാണാൻ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത്. ഇപ്പൊ നിലവിലുള്ള പാലത്തിലൂടെ വലിയ വണ്ടികൾ പോകില്ല, വലിയ വണ്ടികൾ പോകാൻ പറ്റില്ല. ഡാം സേഫ്റ്റിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തൊട്ടടുത്ത് തന്നെ ഒരു പുതിയ പാലം പണിയണം. 5 കോടി രൂപ വെച്ചു. പിന്നീട് എസ്റ്റിമേറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തപ്പോൾ ഏകദേശം 6.25 കോടി രൂപ വന്നു. ഗവൺമെന്റിനോട് വീണ്ടും നമ്മൾ സമ്മർദ്ദം കൊടുത്തു, ഇത് അത്യാവശ്യമാണ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഗവൺമെന്റ് 6.25 കോടി രൂപ ഇതിനു വേണ്ടി അനുവദിച്ച് അതിന്റെ പണികൾ ആരംഭിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 3 മാസത്തിനുള്ളിൽ ഈ പണി പൂർത്തീകരിക്കും. 6.80 കോടി രൂപ ചിലവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. നിലവിൽ ഹെഡ്വർക്സ് അണക്കെട്ടിന് മുകളിലൂടെയാണ് ഏറ്റവും എളുപ്പത്തിൽ പോതമേട്ടിലേക്കും ചൊക്കനാട് എസ്റ്റേറ്റിലേക്കും ആളുകൾ യാത്ര ചെയ്യുന്നത്. വളരെ ഇടുങ്ങിയ പാലമായതിനാൽ ഇതുവഴി ചെറുവാഹനങ്ങൾ മാത്രമേ കടന്നു പോകുകയുള്ളൂ. ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഗതാഗതക്കുരുക്കിനും ഇടവരുത്തുന്നു. പുതിയ പാലം തീരുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. മഴക്കാലം മുമ്പിൽ കണ്ടുകൊണ്ട് ദ്രുതഗതിയിലാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികൾ മുമ്പോട്ട് പോകുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. കുരുമുളക് മോഷണ കേസിലെ പ്രതികളെ കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തു. കഞ്ഞിക്കുഴി അടയ്ക്കപ്പാറ മാത്യുവിന്റെ